ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:45 ആറന്മുള പോലീസ് സ്റ്റേഷനിൽ വന്ന ഫോൺ വിളിയുടെ ചുരുക്കം 93കാരി കിണറ്റിൽ വീണു എന്നതായിരുന്നു. സഹായിക്കണമെന്ന ആവശ്യത്തിനു മുന്നിൽ പോലീസ് ഉടനടി കർമ്മനിരതരായി. ഒട്ടും സമയം പാഴാക്കാതെ പോലീസ് ഇൻസ്പെക്ടർ VS പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെക്കേമല ട്രൈഫന്റ് ജംഗ്ഷനിലേക്ക് പാഞ്ഞു. സ്ഥിരമായി വെള്ളം കോരുന്ന അയൽവാസിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരുമ്പോൾ കപ്പിയിൽ കയർ കുരുങ്ങിയതെടുക്കാൻ ശ്രമിക്കവേ കിണറ്റിൽ വീണതാണ് നടുവിലേതിൽ വീട്ടിൽ ഗൗരിയമ്മ. നല്ല ആഴമുള്ള കിണറ്റിൽ ഇവർ അപകടത്തിൽപ്പെടുമ്പോൾ വീട്ടിൽ ആരുമില്ലായിരുന്നു. യാദർച്ഛികമായി അവിടെയെത്തിയ അയൽവാസി നോക്കുമ്പോൾ കിണറിന്റെ കരയിൽ ചെരുപ്പുകൾ കണ്ടു. കിണറ്റിൽ ആളനക്കവും കേട്ടു. അപകടം മനസ്സിലാക്കിയ അവർ ജോലിക്ക് പോയ മകൻ ഓമനക്കുട്ടനെ ഉടൻ വിളിച്ചു പറഞ്ഞു. പിന്നീട് വിവരമറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും ചേർന്ന് ശ്രമകരമായി ഗൗരിയെ പുറത്തെടുക്കുകയായിരുന്നു. നടവഴി മാത്രമുള്ള വീട്ടിൽ നിന്നും സാഹസികമായിട്ടാണ് പിന്നീട് പോലീസ് രക്ഷാപ്രവർത്തനം ഏറ്റെടുത്ത് വിജയിപ്പിച്ചത്. റോഡിൽ നിന്നും 200 മീറ്ററിലധികം ദൂരത്തിൽ വീട്ടിലേക്ക് നീളുന്ന നന്നേ ഞെരുങ്ങിയ ഇടവഴിയിലൂടെ SHOയും SI വിഷ്ണുവും ഗൗരിയമ്മയെ കൈകളിൽ ചുമന്ന് റോഡിൽ എത്തിച്ചത് മിനിറ്റുകൾക്കുള്ളിലാണ്. വഴിയുടെ ഇടുക്കവും ഓടിക്കൂടിയ ആളുകളുടെ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങളുമൊന്നും പോലീസിന്റെ രക്ഷാപ്രവർത്തനത്തിൽ തടസ്സമായില്ല. ഒടുവിൽ ഗൗരിയെ ആംബുലൻസിൽ കയറ്റി പോലീസ് സംഘം കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് ഇപ്പോൾ. പുനർജന്മമായി കരുതാവുന്ന ഈ രക്ഷപ്പെടലിൽ നാട്ടുകാർക്കും ആറന്മുള പോലീസിനും നന്ദി പറയുകയാണ് ഈ വയോധിക. SHO പ്രവീണിനൊപ്പം SI വിഷ്ണു, CPO താജുദ്ദീൻ, CPO വിഷ്ണു എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്.